ഹായ് എഞ്ചിനീയേഴ്സ്, എല്ലാവർക്കും സൈലന്റ് ടെക്നിക്കൽ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത് ഇപ്പോൾ നമുക്ക് വന്നിട്ടുള്ള റീസെൻ്റ് ആയിട്ട് റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് പബ്ലിഷ് ചെയ്തിട്ടുള്ള നമ്മളുടെ ഒരു നോട്ടിഫിക്കേഷനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതാ റെയിൽവേ ഗ്രീൻ സിഗ്നൽ വന്നിരിക്കുന്നു. RRB JEE എക്സാമിനുള്ള ഒരു നോട്ടിഫിക്കേഷൻ അവർ CEN 03/2024 എന്ന നോട്ടിഫിക്കേഷനിലൂടെ നമുക്ക് കൃത്യമായിട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും തന്നെ കൃത്യമായിട്ട് അത് കാത്തിരിക്കുകയായിരുന്നു. ഒരു 5 വർഷത്തോളമായിട്ട് അതിനുള്ള വെയിറ്റിങ്ങൾ. 2019 എക്സാം തീർന്നതോടുകൂടി 2024 ആയപ്പോൾ അടുത്ത ഒരു ചാൻസ് വന്നിരിക്കുന്നു റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ ഭാഗത്ത് നിന്ന്. RRB ജൂനിയർ എഞ്ചിനീയർ എല്ലാവരുടെയും ഒരു സ്വപ്നമായിട്ടുള്ള ജോലിയാണ് അല്ലേ. അപ്പോൾ ആ ഒരു ജോലിയിലേക്ക് എത്താൻ ഇനി ഒരു 2 എക്സാമുകളോടെ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഇതിന്റെ റിക്രൂട്ട്മെന്റ് പ്രോസസ്സിലേക്ക് പോയി കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്കറിയാം റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് എല്ലാം തന്നെ 2 സ്റ്റേജിലാണ് എക്സാം നടത്തുക. CBT 1 അതേപോലെ CBT 2. അപ്പോൾ CBT 1 എന്ന് പറയുന്നത് പ്യുവർലി സ്ക്രീനിങ് ടെസ്റ്റ് ആണ്. അവിടെ എന്ത് ചെയ്യുന്നില്ല, അതിലെ മാർക്കുകൾ കൃത്യമായിട്ട് നമുക്ക് എവിടെയും അതിനു വേണ്ടിയുള്ള പ്രോസസ്സിന് വേണ്ടി യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് CBT 2 എന്ന് പറയുന്ന എഞ്ചിനീയേഴ്സിന് കൃത്യമായിട്ട് അറിയാം. CBT 2 എന്ന് പറയുമ്പോൾ അവിടെ ടെക്നിക്കൽ എബിലിറ്റിയാണ് അവിടെ നോക്കുന്നത്. ആ ടെക്നിക്കൽ എബിലിറ്റിനെ കൃത്യമായിട്ടുള്ള മാർക്കുകൾ വാങ്ങിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, നല്ല ഹൈ റാങ്കിലേക്ക് എത്താൻ വേണ്ടി സാധിക്കും. അപ്പോൾ എല്ലാവരും നമ്മൾ നിങ്ങൾ തമ്പ് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. നമുക്ക് ഇന്ന് നമ്മളെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ വന്നിട്ടുള്ള അതിന്റെ സിലബസ് നമുക്കൊന്ന് അനലൈസ് ചെയ്യാനുണ്ട്. കൃത്യമായിട്ട് ഓരോ സബ്ജക്റ്റിനെയും വെയിറ്റേജ് എടുത്തുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കി പോകേണ്ടതുണ്ട്. അപ്പോൾ ഒരു ഓവറോൾ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിയാം, ഫസ്റ്റ് സ്റ്റേജ് കഴിഞ്ഞാൽ സെക്കൻഡ് സ്റ്റേജ് CBTയിലേക്ക് പോകുന്നു. ദെൻ അടുത്തത് എന്താണ് വേണ്ടത്, ഡോക്യുമെന്റ് വെരിഫിക്കേഷനും മെഡിക്കൽ എക്സാമിനേഷനും കൂടെ കഴിയുന്നതോടുകൂടി നമ്മൾ എന്ത് ചെയ്യുന്നു, അതിന്റെ റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അതോടുകൂടി നമ്മളെല്ലാവരും JEE ജൂനിയർ എഞ്ചിനീയർ എന്ന് പറയുന്ന ഏറ്റവും നല്ല പോസ്റ്റിലേക്ക്, ഒരു മെക്കാനിക്കൽ എഞ്ചിനീയർ അല്ലെങ്കിൽ എഞ്ചിനീയേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല പോസ്റ്റിലേക്ക്, നല്ല സാലറിയിൽ, അട്രാക്റ്റീവ് ആയുള്ള സാലറിയിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഇനി അടുത്ത കേസ് നമുക്ക് നോക്കേണ്ടത് ഈ പറയുന്ന CBT 1 വരുന്ന എക്സാമിന്റെ പാറ്റേൺ ആണ്. അവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് സ്ക്രീനിങ് ടെസ്റ്റ് ആയതുകൊണ്ട് തന്നെ അവിടെ 90 മിനിറ്റ് കൊണ്ട് 100 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് ടോട്ടൽ ആയിട്ട് വരിക. അതിൽ തന്നെ മാത്തമാറ്റിക്സ്, ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ്, ജനറൽ അവയർനെസ്, ജനറൽ സയൻസ്, അങ്ങനെ 4 സബ്ജക്റ്റുകളായിട്ടാണ് CBT 1 നടക്കുന്നത്. അപ്പോൾ അതിന്റെ കൃത്യമായിട്ടുള്ള വെയിറ്റേജ് റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് പറഞ്ഞിട്ടുണ്ട്. 30 മാർക്കാണ് മാത്തമാറ്റിക്സിന് വരുന്നത്. അതേപോലെ തന്നെ 25 മാർക്സ് ആണ് ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ്ങിന് വരുന്നുണ്ടാവുക. അടുത്തത് ജനറൽ അവയർനെസ്സിന് വേണ്ടിയിട്ട് 15 മാർക്സ്, അതോടൊപ്പം ജനറൽ സയൻസിന് വേണ്ടി 30 മാർക്സ്. അങ്ങനെ ടോട്ടൽ എന്ത് ചെയ്യുന്നു, 100 മാർക്ക് വരുന്നു. അപ്പോൾ ആ 100 മാർക്ക് എന്ന് പറയുന്നത് പ്യുവർലി ഫോർ സ്ക്രീനിങ് ആണ്. ആ സ്ക്രീനിങ് കഴിയുന്നതോടുകൂടി ഏറ്റവും മാർക്ക് കിട്ടുന്ന കുട്ടികൾ അത് ഒരു നോർമലൈസ്ഡ് കട്ട് ഓഫിലേക്ക് എത്തുന്നു. ആ കട്ട് ഓഫിന് ക്ലിയർ ചെയ്യുന്ന ആൾക്കാർ CBT 2ലേക്ക് പോകും. നമുക്കിന്ന് അറിയേണ്ടത് CBT 2ന്റെ കാര്യങ്ങളാ. അപ്പോൾ CBT 2ലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ ടോട്ടൽ മാർക്ക് വരുന്നത് 150 ആണ്. 150 മാർക്ക് വരുന്നു. ആ 150 മാർക്കില് നമ്മളുടെ കോർ ആയിട്ടുള്ള ടെക്നിക്കൽ എബിലിറ്റി വരുന്നു. ടെക്നിക്കൽ എബിലിറ്റി 100 മാർക്കിനാണ് ചോദിക്കുക. ഓവറോൾ ടൈം എന്ന് പറയുന്നത് 120 മിനിറ്റ് ആണെന്നും കൂടെ ഓർക്കുക. 120 മിനിറ്റിൽ നമുക്ക് ടോട്ടൽ എന്ത് വരുന്നു, 150 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അതില് ജനറൽ അവയർനെസ് 15 മാർക്കിന് ചോദിക്കുന്നുണ്ട്. ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി 15 മാർക്ക്. അതേപോലെ ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ ആൻഡ് ആപ്ലിക്കേഷൻ വരുന്നു 10 മാർക്കിന്. ലാസ്റ്റ് ബേസിക്സ് ഓഫ് എൻവയോൺമെന്റ് ആൻഡ് പൊല്യൂഷൻ കൺട്രോള് 10 മാർക്ക്. അങ്ങനെ ഓവറോൾ ടോട്ടൽ 150 മാർക്സിനാണ് CBT 2 വരുന്ന സിലബസിൽ വരുന്ന മാർക്ക് വെയിറ്റേജ് എന്ന് പറയുന്നത്. അതിൽ 100 മാർക്കാണ് നമുക്ക് വേണ്ടത് ടെക്നിക്കൽ എബിലിറ്റിയിൽ വരുന്നത്. അപ്പോൾ ഇവിടെ ആദ്യമേ ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു പോകുന്ന ആൾക്കാരാണെങ്കിൽ നമ്മളുടെ കഴിഞ്ഞ RRB റിക്രൂട്ട്മെന്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് ഒരു കാര്യം വ്യക്തമായിട്ട് മനസ്സിലാകും. CBT 1 കഴിഞ്ഞ് ഒരു 2 മാസത്തെ ഗ്യാപ്പ് കൊണ്ട് തന്നെ CBT 2 എക്സാം വരുന്നു. അപ്പോൾ നമുക്കറിയാം ഇപ്പോൾ ALP നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ആ ALP നോട്ടിഫിക്കേഷൻ വന്നത് പ്രകാരം ഇനി എക്സാം അടുത്തതായിട്ട് നടക്കാൻ പോകുന്നത് അതാണ്. അപ്പോൾ ഓഗസ്റ്റ് മാസം ഇപ്പോൾ അതിന്റെ കറക്ഷൻ എൻട്രി ഒക്കെ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അത് കൃത്യമായിട്ട് നമുക്ക് നോക്കിയാൽ അറിയാം. ആ ഒരു എക്സാം കഴിയുന്നതോടുകൂടി അടുത്ത് നമ്മൾ എന്ത് ചെയ്യും, അടുത്ത പ്രോസസ് RRB ആരെ എടുക്കും, ജൂനിയർ എഞ്ചിനീയറിന്റെ കാര്യങ്ങൾ എടുക്കും. അപ്പോൾ JEE നോട്ടിഫിക്കേഷൻ വന്നതുകൊണ്ട് തന്നെ എക്സാം CBT 1 നമ്മൾ ഈ ഇയർ തന്നെ പ്രതീക്ഷിക്കേണ്ടതുണ്ട്. എപ്പോഴാണോ CBT 1 കഴിയുന്നത് അത് കഴിഞ്ഞാൽ 2 മാസം കഴിയുമ്പോഴേക്കും CBT 2ന്റെ എക്സാം നടക്കും. അപ്പോൾ നിങ്ങൾ ഒരു വൃത്തിയിൽ കാര്യം മനസ്സിലാക്കേണ്ടത് എന്താണ്,
ഒരിക്കലും CBT 1 റിസൾട്ട് വന്നതിന് ശേഷം CBT 2 പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ മാർക്ക് വാങ്ങാൻ വേണ്ടി സാധിക്കില്ല എന്നുള്ളത് കൃത്യമായിട്ട് ഓർത്തിരിക്കുക. അപ്പോൾ നമുക്ക് ഇനി അറിയേണ്ടത് ഈ പറയുന്ന ടെക്നിക്കൽ എബിലിറ്റിന്റെ കാര്യങ്ങളാണ്. ടെക്നിക്കൽ എബിലിറ്റിന്റെ കാര്യങ്ങളിലേക്ക് പോയാൽ നമുക്ക് ഒരു കാര്യം പറയാം. മെക്കാനിക്കൽ എഞ്ചിനീയർ ആണെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഫീൽഡിൽ വന്നിട്ടുള്ള അല്ലെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് സബ്ജക്റ്റിൽ വന്നിട്ടുള്ള അതിന്റെ വെയിറ്റേജ് ആണ് ഒരു പൈ ഡയഗ്രത്തിൽ ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഈ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ നമുക്ക് കൃത്യമായിട്ട് ഓരോ സബ്ജക്റ്റിന്റെയും വെയിറ്റേജ് എത്രയൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ അതിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് ആ ഒരു ഗ്രാഫിൽ നിന്ന് RRBയുടെ എക്സാമുകളിൽ നിന്ന് നമുക്ക് കൃത്യമായിട്ട് അതിനെ അനലൈസ് ചെയ്തിട്ടുള്ള ഒരു ഗ്രാഫാണ് തന്നിട്ടുള്ളത്. അതിൽ നോക്കിയപ്പോൾ ഏറ്റവും കൂടുതൽ മാർക്ക് വന്നിട്ടുള്ള, നമ്മൾ വെറുതെ പഠിച്ചിട്ട് കാര്യമില്ല, അവിടെ കൃത്യമായിട്ട് അതിനൊന്ന് ഒരു സ്റ്റാറ്റിക്കൽ അപ്രോച്ച് നടത്തേണ്ടതുണ്ട്. കൃത്യമായിട്ടുള്ള പഠനം മുന്നോട്ട് കൊണ്ടുപോയാൽ മാത്രമേ നമുക്ക് ഹൈ മാർക്ക് വാങ്ങിയിട്ട് സ്കോർ ചെയ്യാൻ വേണ്ടി സാധിക്കുള്ളൂ. നമുക്കറിയാം 100 മാർക്കാണ് ടെക്നിക്കൽ എബിലിറ്റി എന്ന് വരിക. 100 മാർക്കിൽ നിന്ന് മിനിമം നമുക്കൊരു 80 മാർക്സ് സ്കോർ ചെയ്യേണ്ടതുണ്ട്. ആ 80 മാർക്സ് സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഹൈ റാങ്കിലേക്ക് എത്താൻ പറ്റൂ. കട്ട് ഓഫിൽ നിന്ന് കയറിയിട്ട് കാര്യമില്ല. അതെന്ത് വേണം, നമുക്ക് ഹയർ മാർക്ക് കിട്ടുന്ന ആൾക്കാർക്കാണ് വേഗത്തിൽ ജോലി കിട്ടുക. അപ്പോൾ 2025 എന്ന് പറയുന്നത് എല്ലാവരുടെയും സ്വപ്ന വർഷമായി മാറാൻ പോവുകയാണ്. അപ്പോൾ എല്ലാവരും ഇതിനു വേണ്ടി പ്രിപ്പയർ ആയിട്ട് കാത്തിരുന്നിരിക്കുന്ന കുട്ടികളെല്ലാവരും തന്നെ ഇത് പെട്ടെന്ന് ഇതിന്റെ ആപ്ലിക്കേഷൻ ചെയ്തുകൊണ്ട് ഇതിന്റെ പഠനത്തിലേക്ക് കൊണ്ടുപോകുക. CBT 1 കൂടെ തന്നെ CBT 2 കൊണ്ടുപോകുക. എങ്കിൽ മാത്രമേ ഇത് കൃത്യമായിട്ടുള്ള സമയത്ത് തീർക്കാൻ വേണ്ടി സാധിക്കുള്ളൂ. അപ്പോൾ നമുക്ക് സബ്ജക്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മാർക്ക് വന്നിട്ടുള്ള ഏരിയ എന്ന് പറയുന്നത് ഫ്ലൂയിഡ് മെക്കാനിക്സ് ആണെന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഇത്രയും പറയുന്ന സബ്ജക്റ്റുകളാണ് നമ്മളുടെ സിലബസിലെ ക്വസ്റ്റ്യൻസിൽ വന്നിട്ടുള്ളത്. അപ്പോൾ അതിൽ തന്നെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റി ഫ്ലൂയിഡ് മെക്കാനിക്സിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ സിലബസ് നമ്മൾ ഒരു ടോപ്പിക്കും വിടാതെ, ഒരു സബ്ജക്റ്റിലെ ഒരു ടോപ്പിക്കും വിടാതെ കൃത്യമായിട്ട് പഠിച്ചു പോകേണ്ടതുണ്ട്. അതോടൊപ്പം പിന്നെ വന്നിട്ടുള്ളത് എന്താണ്, തെർമൽ എഞ്ചിനീയറിംഗ് ആണ്. ഈ തെർമോഡൈനാമിക്സിലൂടെ ഹീറ്റ് ട്രാൻസ്ഫറും റെഫ്രിജറേഷൻ സിസ്റ്റവും ഇന്റേണൽ കമ്പഷൻ എഞ്ചിനും കൂടെ കൂടിയിട്ട് തെർമൽ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞ ആ ഒരു സിലബസ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ തെർമൽ എഞ്ചിനീയറിംഗ് ആണ് അടുത്തതായിട്ട് ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെയും കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ കോർ സബ്ജക്റ്റുകളിൽ നിന്നാണ് RRB എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ മാർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു പോയിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചു. അതിനുശേഷം നോക്കിയാൽ നിങ്ങൾക്ക് കാണാം അടുത്തത് സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ് വരുന്നു. സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ് ആണ് അടുത്ത ചാൻസ് വരുന്നത്. ദെൻ അതിനുശേഷം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം അടുത്തത് ഇൻഡസ്ട്രിയൽ മാനേജ്മെന്റ് വരുന്നു. അതേപോലെ തന്നെ അതിന്റെ കൂടെ തന്നെ നമുക്ക് മെക്കാനിക്സും മെറ്റീരിയൽ സയൻസും എല്ലാം തന്നെ വരുന്നുണ്ട്. അതേപോലെ വെൽഡിങ്, മെട്രോളജി, കമ്പാരിറ്റീവ്ലി ഏറ്റവും കൂടുതൽ കുറവ് ചോദിച്ചിട്ടുള്ള ഗ്രൈൻഡിങ് ആൻഡ് സർഫേസ് ഫിനിഷിംഗ് എന്ന് പറയുന്ന ആ ഒരു മൊഡ്യൂളിൽ നിന്നാ. അപ്പോൾ ആ ഒരു സബ്ജക്റ്റിൽ നിന്നാണ് ഏറ്റവും കുറവ് ചോദ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ സബ്ജക്റ്റിലും വരുന്ന വെയിറ്റേജുകൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠനം മുന്നോട്ട് കൊണ്ടുപോകണം. എങ്കിൽ മാത്രമേ നല്ല ഹയർ മാർക്കിലേക്ക് കിട്ടുള്ളൂ. കട്ട് ഓഫ് ക്ലിയർ ചെയ്തിട്ട് കാര്യമില്ല എന്നുള്ളത് ആദ്യമേ മനസ്സിലാക്കി വെക്കുക. ഓക്കെ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓരോ സബ്ജക്റ്റിലേക്ക് ഒന്ന് പോയി കഴിഞ്ഞാൽ അപ്പോൾ നമ്മളുടെ ഓരോ കോർ പേപ്പർ ഒരു മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് സംബന്ധിച്ചിടത്തോളം കൃത്യമായിട്ട് നമുക്കറിയാം ഓരോ സബ്ജക്റ്റും എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത്. അപ്പോൾ ഒരു എക്സാം ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാമിലേക്ക് വരുമ്പോൾ ഫസ്റ്റത്തെ ടോപ്പിക് നമുക്ക് തന്നുള്ളത് എഞ്ചിനീയറിംഗ് മെക്കാനിക്സാ. അപ്പോൾ ഇതിൽ നോക്കി കഴിഞ്ഞാൽ ടോപ്പിക്കിൽ വരുന്ന ഓരോ ടോപ്പിക്കുകളും വരുന്ന എന്താണ്, റെസൊല്യൂഷൻ ഓഫ് ഫോഴ്സ് അനാലിസിസ് ആണ് ആദ്യമേ പറഞ്ഞു പോയിട്ടുള്ളത്. പാരലഗ്രാം ലോ ഓഫ് ഫോഴ്സ്, ട്രയാങ്കിൾ ലോ ഓഫ് ഫോഴ്സ്, പോളിഗൺ ലോ ഓഫ് ഫോഴ്സ് ആൻഡ് ലാമിസ് തിയറം. അങ്ങനെ കൃത്യമായിട്ട് അതിൻ്റെ എല്ലാ ഏരിയകളും എഞ്ചിനീയറിംഗ് മെക്കാനിക്സിൽ പറയുന്ന എല്ലാ ഏരിയകളിലൂടെയാണ് നമ്മളുടെ സിലബസ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ഇതിൽ വിളിച്ചുള്ള ബേസിക് ക്വാളിഫിക്കേഷൻ പറയുന്ന ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. ആൻഡ് അതർ അലൈഡ് ബ്രാഞ്ചസ് ആണ് വന്നിട്ടുള്ളത്. അതിൻ്റെ കൂടെ അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കണം ഒരു ഡിപ്ലോമ ലെവലിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലും ചോദിക്കാൻ സാധ്യതയുള്ളത്. പക്ഷേ നമ്മൾ അതിൽ പ്രതീക്ഷിക്കരുത്. അവിടെ ഒരു BTech ലെവലുള്ള എക്സാം പോലും നമുക്ക് ക്രാക്ക് ചെയ്യാൻ പാകത്തിന് നമ്മൾ പഠിച്ചു പോകേണ്ടതുണ്ട്. വേറൊരു കാര്യം കൂടെ പറയട്ടെ, ഇവിടെ നമുക്ക് ഇത്തവണ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ CBT 2 എക്സാമിന് കൃത്യമായിട്ട് അതിന് വെർച്വൽ കാൽക്കുലേറ്റർ അവിടെ അവൈലബിൾ ആണ് എന്നുള്ളത്. ആ വെർച്വൽ കാൽക്കുലേറ്റർ അവിടെ ഉണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട അത് എന്തിനുള്ള ഒരു സൂചനയാണ് നമ്മൾ മനസ്സിലാക്കണം, കൃത്യമായിട്ട് മനസ്സിലാക്കണം. ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് കൃത്യമായിട്ട് നല്ല ആപ്ലിക്കേഷൻ ലെവലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് അവിടുന്ന് പ്രതീക്ഷിക്കാൻ പറ്റും. അപ്പോൾ അത്രത്തോളം നമ്മുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് നമ്മളുടെ കൺവെൻഷനൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് പഠിച്ചു പോയി കഴിഞ്ഞാൽ ഇത്തവണത്തെ RRB നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുമെന്ന് ഉറപ്പ് പറയാൻ കഴിയില്ല. കാരണം എന്താ, അവര് സിസ്റ്റം മാറ്റി അവിടെ ഒരു വെർച്വൽ കാൽക്കുലേറ്റർ വരുന്നു. വെർച്വൽ കാൽക്കുലേറ്റർ വരുന്നതുകൊണ്ട് തന്നെ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസിന്റെ പ്രസൻസ് ഇത്തവണ കൂടുതലായിരിക്കും. അപ്പോൾ എഞ്ചിനീയറിംഗ്
മെക്കാനിക്സ് നോക്കിക്കഴിഞ്ഞാൽ എഞ്ചിനീയറിംഗ് മെക്കാനിക്സിലെ ന്യൂമറിക്കൽ പ്രോബ്ലംസ് കൂടുതലായിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. കാരണം എന്താ, ആ ഫോഴ്സ് അനാലിസിസ്, അതിനുശേഷം വരുന്നു നമ്മളെ ഫ്രിക്ഷൻ വരുന്നു. ഫ്രിക്ഷൻ എന്ന് പറയുമ്പോൾ എല്ലാ കണ്ടീഷനും നോക്കണം. ഹൊറിസോണ്ടൽ പ്ലെയിന്, ഇൻക്ലൈൻഡ് പ്ലെയിന് എല്ലാം തന്നെ നോക്കണം. അതിനുശേഷം മൊമെന്റ് ഓഫ് ഇനേഷ്യ വരുന്നു. മൊമെന്റ് ഓഫ് ഇനേഷ്യ, റേഡിയസ് ഓഫ് ഗൈറേഷൻ തുടങ്ങി എല്ലാ സാധ്യതകളും എല്ലാ ടോപ്പിക്കുകളും കവർ ചെയ്തിട്ടാണ് നമ്മളുടെ എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് അവർ സിലബസ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം ന്യൂട്ടൺസ് ലോ ഓഫ് ഫോഴ്സ്, അതോടൊപ്പം മോഷൻ, പ്രൊജക്ടൈൽ മോഷൻ കാര്യങ്ങൾ നോക്കണം. ഡി അലംബേർട്സ് പ്രിൻസിപ്പിള്, അതേപോലെ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി ആൻഡ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റ്. അപ്പോൾ ഒരു ടോപ്പിക്കും വിട്ട് കളയാതെയാണ് അവർ എഞ്ചിനീയറിംഗ് മെക്കാനിക്സിന്റെ സിലബസ് അവിടെ പബ്ലിഷ് ചെയ്തിട്ടുള്ളതെന്ന് മനസ്സിലാക്കുക. അത് കൃത്യമായിട്ട് എല്ലാ ടോപ്പിക്കുകളും വിത്ത് ന്യൂമറിക്കൽ പ്രോബ്ലംസോടുകൂടി നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് തന്നെ നമ്മൾ പോകേണ്ടതുണ്ട്. അതിൽ ഒരു ടോപ്പിക്കും വിടാതെ തന്നെ പഠിച്ചു പോകണം. അടുത്തത് മെറ്റീരിയൽ സയൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ, മെറ്റീരിയൽ സയൻസ് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം അത് കൃത്യമായിട്ട് പ്യുവർലി തിയററ്റിക്കൽ ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ്. ആ പ്യുവർലി തിയററ്റിക്കൽ ആയതുകൊണ്ട് തന്നെ അതിൽ വളരെ ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റണം. അപ്പോൾ അവിടെ പറഞ്ഞിട്ടുള്ള എന്താണ്, എല്ലാ മെക്കാനിക്കൽ പ്രോപ്പർട്ടിയും ടെൻസൈൽ സ്ട്രെങ്ത്, കംപ്രസീവ് സ്ട്രെങ്ത്, ഡക്റ്റിലിറ്റി, മാലബിലിറ്റി, ഹാർഡ്നെസ്, ടഫ്നെസ്, ബ്രിട്ടിൽനെസ്, ഇമ്പാക്ട് സ്ട്രെങ്ത് തുടങ്ങിയിട്ടുള്ള എല്ലാ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസും എന്താണെന്നുള്ളതിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു പഠനം നമ്മൾ കൊണ്ടുപോകണം. ദെൻ ക്ലാസിഫിക്കേഷൻ ഓഫ് സ്റ്റീല്, മൈൽഡ് സ്റ്റീൽ ആൻഡ് അലോയ് സ്റ്റീല്, അതും അതിൽ നിന്നും ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതും ഒന്നും വിടാതെ പഠിക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് അടുത്ത ടോപ്പിക് വരുന്നു ഹീറ്റ് ട്രീറ്റ്മെന്റ് പ്രോസസ്സുകളെല്ലാം തന്നെ അനിലിങ്, നോർമലൈസിങ്, ഹാർഡനിങ്, ടെമ്പറിങ്, കാർബറൈസിങ്, നൈട്രേറ്റിംഗ് ആൻഡ് സയനൈഡിങ്. അപ്പോൾ ഓരോ പ്രോസസ്സും, ഓരോ ഹീറ്റ് ട്രീറ്റ്മെന്റ് പ്രോസസ്സും എന്താണെന്നുള്ളതും അതിനെ തുടർന്ന് വരുന്ന ഓരോരോ കാര്യങ്ങളും നമ്മൾ അവിടെ വ്യക്തമായി പഠിച്ചു പോകേണ്ടതുണ്ട്. അപ്പോൾ മെറ്റീരിയൽ സയൻസിൽ നിന്ന് തിയററ്റിക്കലായിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഒരു ഡിപ്ലോമ ലെവൽ എന്നുള്ള ക്വസ്റ്റ്യൻസ് തന്നെ നമ്മൾ പ്രതീക്ഷിക്കേണ്ടതുണ്ട്. അതെല്ലാം തന്നെ വൃത്തിയിൽ പഠിച്ചു പോകേണ്ടതുണ്ട്. അതിനുശേഷം അടുത്ത ടോപ്പിക് അതാണ് വരുന്നത് സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് പറഞ്ഞതുപോലെ തന്നെ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെയും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് നമ്മൾ ന്യൂമറിക്കൽ പ്രോബ്ലംസ് തന്നെയായിരിക്കണം. കാരണം അവിടെ വെർച്വൽ കാൽക്കുലേറ്റർ നമുക്ക് തരുന്നത് കൊണ്ട് അവർ നല്ല ലെവലുള്ള ക്വസ്റ്റ്യൻസ് തന്നെ ചോദിക്കാൻ സാധ്യതയുണ്ട്. അത് വളരെ കൃത്യമായിട്ട് പഠിച്ചു പോകുക. സ്ട്രെസ് എന്താണ്, സ്ട്രെയിൻ എന്താണ്, സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രാം, ഹുക്സ് ലോ, ദെൻ ഫാക്ടർ ഓഫ് സേഫ്റ്റി, തെർമൽ സ്ട്രെസ്, സ്ട്രെയിൻ എനർജി എല്ലാം തന്നെ അവിടെ പറഞ്ഞിട്ടുണ്ട്. ദെൻ അടുത്തെന്താണ് പറയുന്നത്, ഷിയർ ഫോഴ്സ് ആൻഡ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം പറയുന്നുണ്ട്. അതിൽ തന്നെ ടൈപ്സ് ഓഫ് ബീമുകൾ പറയുന്നുണ്ട്. കാൻഡിലിവർ ബീം, സിംപിളി സപ്പോർട്ട് ബീം, കണ്ടിന്യൂസ് ബീം, ഫിക്സഡ് ബീം. അപ്പോൾ അവിടെ നിന്ന് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ ടോർഷൻ പറയുന്നത്, ടോർഷൻ ഷാഫ്റ്റ്, സ്പ്രിങ്, തിൻ സിലിണ്ടർ ഷെല്ല്. അപ്പോൾ ഒരു ഡിപ്ലോമ ലെവലുള്ള സിലബസ് തന്നെയാണ് ഇവിടെ തന്നിട്ടുള്ളത്. ആ ഡിപ്ലോമ ലെവലുള്ള എല്ലാ ക്വസ്റ്റ്യൻസും അത് നമ്മൾ എന്ത് ചെയ്യണം, ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് അടക്കം കൃത്യമായിട്ട് കാൽക്കുലേറ്ററിൽ ചെയ്ത് കിട്ടുന്ന രീതിയിലുള്ള, നമുക്ക് കുറച്ചും കൂടി ഈസി ആണെങ്കിൽ പോലും അവിടെ കുറച്ചൊന്നും എന്ത് ചെയ്യാറുണ്ട്, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കുറച്ചധികം നമുക്ക് ഒരു കുഴപ്പിക്കുന്ന ചോദ്യം ചോദിക്കാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളത് ഓർത്തിരിക്കുക. അപ്പോൾ കൃത്യമായിട്ട് പഠിച്ചു പോകുക, പ്രോബ്ലംസ് നന്നായിട്ട് തന്നെ ചെയ്തു പോകുക. നമുക്ക് ഓവറോൾ തന്നെ എല്ലാവർക്കും തന്നെ ടൈറ്റായിട്ട് വരുന്ന ഒരു സബ്ജക്റ്റാണ് ഈ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് കൂടുതൽ തവണ നിങ്ങൾ എന്ത് ചെയ്യണം, നന്നായിട്ട് നിങ്ങളെ സ്റ്റഡി പ്ലാനിലേക്ക് കൊണ്ടുവന്നിട്ട് അതിന് കൂടുതൽ സമയം ചെലവഴിച്ചുകൊണ്ട് തന്നെ പഠിച്ചു കൊണ്ടുപോകുക. അവിടെ പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള പേപ്പറിന്, പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിന് കൂടുതൽ ഇമ്പോർട്ടൻസും കൂടെ കൊടുക്കുക. ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, തിയറിറ്റിക്കലായിട്ടുള്ള നമുക്ക് അങ്ങനെ വരുമെന്ന പ്രതീക്ഷയിൽ പോകരുത്. സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസും എഞ്ചിനീയറിംഗ് മെക്കാനിക്സും എല്ലാം കൃത്യമായിട്ട് ന്യൂമറിക്കൽ പ്രോബ്ലംസ് സോൾവ് ചെയ്ത് അതിൽ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ആ ഒരു മെത്തേഡ് ഫോളോ ചെയ്ത് തന്നെ പോകുക. അത് മറന്നു പോകാതെ ശ്രദ്ധിച്ച് നോക്കുക. ദെൻ അടുത്തതായിട്ട് വരുന്നു മെഷീനിങ് എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് കൃത്യമായിട്ട് നമ്മുടെ ഓരോ മെഷീൻ ടൂൾസും എടുത്തെടുത്ത് പഠിക്കണം. ആദ്യം പറയുന്നത് ലെയ്ത്ത് ആണ്. ആ ലെയ്ത്തിന്റെ ടൈപ്സ് നോക്കാനുണ്ട്, ഓരോ ലെയ്ത്തിനെ പറ്റിയും പഠിക്കണം. ദെൻ അതിന്റെ കൺസ്ട്രക്ഷൻ ഡീറ്റെയിൽസ് നോക്കേണ്ടതുണ്ട്. അതിനുശേഷം പറയുന്നതാണ് ലെയ്ത്തിന്റെ സ്പെസിഫിക്കേഷൻ എങ്ങനെയാണ് എന്നുള്ളത് പഠിക്കണം. അതിനുശേഷം ഒരു സിംഗിൾ പോയിന്റ് കട്ടിംഗ് ടൂളിന്റെ നോമൻക്ലേച്ചർ ഏത് രീതിയിൽ വരുന്നു, അതിന്റെ ഓരോ ടേമുകളും കൃത്യമായിട്ട് തന്നെ പഠിച്ചു പോകണം. ദെൻ അതിന്റെ ജോമെട്രി, ടൂൾ സിഗ്നേച്ചർ നോക്കണം, ഫങ്ഷൻസ് ഓഫ് ടൂൾ ആംഗിൾസ് നോക്കണം. അപ്പൊ ഇത്രയാണ് നമുക്ക് കൃത്യമായിട്ട് അതിന്റെ ലെയ്ത്തിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം വരുന്നത്. അതിനുശേഷം എന്ത് വരുന്നു, അതിലെ സ്പെഷ്യൽ ഓപ്പറേഷൻസ്, നമ്മൾ ലെയ്ത്തിൽ ചെയ്യുന്ന ജനറൽ ആൻഡ് സ്പെഷ്യൽ ഓപ്പറേഷൻസ് കൃത്യമായിട്ട് നോക്കാനുണ്ട്. ടേണിങ്, ഫേസിങ്, ടേപ്പർ ടേണിങ്, ത്രെഡ് കട്ടിങ്, നെർലിങ്, ഫോമിങ്, ഡ്രില്ലിങ്, ബോറിങ്, റീമിങ്, കീവേ കട്ടിങ് തുടങ്ങി എല്ലാ പ്രോസസ്സും അവിടെ വ്യക്തമായിട്ട് തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരെണ്ണം
വിടാതെ കൃത്യമായിട്ട് അതെല്ലാം തന്നെ പഠിച്ചു പോകാൻ ശ്രദ്ധിക്കുക. ദെൻ അടുത്തത് കട്ടിംഗ് ഫ്ലൂയിഡ്സ്, കൂളൻസ്, ലൂബ്രിക്കൻസ്, കൃത്യമായിട്ട് അപ്പോൾ ലെയ്ത്തിന്റെ A to Z കാര്യം നമുക്ക് ഇപ്പോൾ പഠിച്ചു പോകാനുണ്ട്. അപ്പോൾ ഒന്നും തന്നെ വിടാതെ എല്ലാം പഠിച്ചു പോകുക. എല്ലാത്തിൽ നിന്നും ഓരോരോ ചോദ്യങ്ങൾ ചോദിക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെ നമ്മൾ പഠിക്കണം. ദെൻ അടുത്തത് എന്താണ് പറഞ്ഞുള്ളത്? ഷെയ്പ്പർ, അതേപോലെ സ്ലോട്ടർ, പ്ലെയിനർ, ബ്രോച്ചിങ്, ദെൻ മില്ലിങ്, ദെൻ അടുത്തെന്താണ് പറഞ്ഞത്? മാനുഫാക്ചറിങ് ഓഫ് ഗിയർ, heat treatment process applied to gears. അപ്പോൾ ഇത്രയും അധികം ഒരു വാസ്റ്റ് ആയിട്ടുള്ള സിലബസ് തന്നെയാണ് നമ്മൾ ഈ പറയുന്നത്. സംഭവം വളരെ കുറച്ചാണ് കൊടുത്തതെങ്കിലും ഇതിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഒരുപാട് കാര്യങ്ങൾ പഠിച്ചാൽ മാത്രമേ അതിൽ നിന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾ നമുക്ക് കിട്ടുകയുള്ളൂ. നമ്മൾ വെറുതെ ലെയ്ത്ത് മാത്രം പഠിച്ചിട്ട് കാര്യമില്ല. ലെയ്ത്തിന്റെ കൺസ്ട്രക്ഷൻ ഡീറ്റെയിൽസ് മാത്രം പഠിച്ചാൽ ആ ഒരു പോർഷൻ എല്ലാ ക്വസ്റ്റിനും കിട്ടിക്കൊള്ളണമെന്നില്ല. ചിലപ്പോൾ അതൊന്നും ചോദ്യം വരെ ചോദിക്കാതെ വരാം. അപ്പോൾ എല്ലാം പഠിക്കണം. ലെയ്ത്ത് പഠിക്കണം, ലെയ്ത്തിന്റെ എല്ലാ ഡീറ്റെയിൽസും പഠിക്കണം. അതോടൊപ്പം ഷേപ്പർ, സ്ലോട്ടർ, പ്ലെയിനർ, ബ്രോച്ചിങ് മെഷീൻ, മില്ലിംഗ് മെഷീൻ ഒക്കെ നമ്മൾ പഠിച്ചു പോകണം. അപ്പോൾ മെഷീനിങ്ങിലെ വളരെ കുറഞ്ഞ ചോദ്യങ്ങളാണെങ്കിൽ പോലും എല്ലാ ചോദ്യങ്ങളും കിട്ടാൻ ഒരുപാട് പഠിക്കാനുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. ദെൻ അടുത്തത് എന്താണ് പറഞ്ഞത്? വെൽഡിംഗ് പ്രോസസ്സാ. വെൽഡിംഗ് പ്രോസസ്സ് അവിടെയും ഒരുപാട് അതിന്റെ ക്ലാസിഫിക്കേഷൻ ഓഫ് വെൽഡിംഗ് വരുന്നു, അതിന്റെ അഡ്വാൻറ്റേജസും ലിമിറ്റേഷൻസും പറഞ്ഞു പോകുന്നുണ്ട്. ദെൻ പ്രിൻസിപ്പിൾസ് ഓഫ് ആർക്ക് വെൽഡിംഗ് എക്യുപ്മെന്റ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. ആ ഇലക്ട്രോഡിന്റെ ചോയ്സ് ഏത് രീതിയിലാണ് എടുക്കുന്ന സെലക്ഷൻ ഓഫ് ഇലക്ട്രോഡ്. ദെൻ പ്രിൻസിപ്പിൾ ഓഫ് ഗ്യാസ്, ഏതൊക്കെ ടൈപ്പ് ഗ്യാസ്, ഓക്സി അസറ്റിന്, അതേപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ ഗ്യാസ് ടൈപ്പുകളും നോക്കണം. ദെൻ എക്യുപ്മെന്റ് ഓഫ് ഗ്യാസ് വെൽഡിംഗ് പ്രൊസീജിയർ നോക്കാനുണ്ട്. ദെൻ സോൾഡറിങ്ങും ബ്രേസിങ്ങും ടെക്നിക്സ്. അപ്പോൾ ഒരു ടോപ്പിക്കും വിടാതെ തന്നെ അതിൽ കൃത്യമായിട്ട് വെൽഡിങ്ങിന്റെ കാര്യങ്ങളും പറഞ്ഞു പോയിട്ടുണ്ട്. ദെൻ അതിൽ യൂസ് ചെയ്ത ഫ്ലെക്സ്, അതുപോലെ സോൾഡർ, അതിന്റെ ആപ്ലിക്കേഷൻസ് കൃത്യമായിട്ട് നോക്കണം. അപ്പോൾ എല്ലാം തന്നെ ഇവിടെ പറഞ്ഞു പോയിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. ദെൻ ടെസ്റ്റിംഗ് ആൻഡ് ഇൻസ്പെക്ഷൻ ഓഫ് മോഡേൺ വെൽഡിംഗ് മെത്തേഡ്സ്, അതുപോലെ സബ്മർജ്ഡ് വെൽഡിങ്, അതുപോലെ തന്നെ മിഗ് വെൽഡിങ് എല്ലാം തന്നെ ഇവിടെ പറയുന്ന അൾട്രാസോണിക് വെൽഡിംഗ് ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാം വെൽഡിങ്ങിന്റെ എല്ലാ കാര്യങ്ങളും ഇവിടെ കൃത്യമായിട്ട് ചോദിക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. ദെൻ അടുത്തത് പറഞ്ഞത് ഗ്രൈൻഡിങ് ആൻഡ് ഫിനിഷിംഗ് പ്രോസസ്. കമ്പാരിറ്റീവ്ലി കുറച്ച് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളൊരു മേഖലയാണെങ്കിൽ പോലും നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല, അവിടെ നിന്നൊക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളത്. അപ്പോൾ ആ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ അതിലെ തിയറി കൃത്യമായിട്ട് നമ്മൾ പഠിച്ചു പോകേണ്ടതുണ്ട്. അതായത് ഗ്രൈൻഡിങ്ങിലെ അതിലെ പ്രിൻസിപ്പിൾ ഓഫ് മെറ്റൽ റിമൂവൽ എന്താണ് നോക്കണം, അബ്രസീവ് ഏതാണ് നോക്കണം, നാച്ചുറൽ അബ്രസീവ്, അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ അബ്രസീവ്, അതിന്റെ എക്സാമ്പിൾസ് കൃത്യമായിട്ട് നോക്കി പോകേണ്ടതുണ്ട്. എന്താണ് ബോണ്ട്, അതുപോലെ ബൈൻഡിങ് പ്രോസസ്സർ എങ്ങനെയാണ്, ആ വിട്രിഫൈഡ് ബോണ്ട്, സിലിക്കേറ്റ് ബോണ്ട്, ഷെല്ലാക്ക്, റബ്ബർ ബോണ്ട്, അങ്ങനെയുള്ള എല്ലാ ബോണ്ടും അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയ കാര്യം നമുക്ക് അറിയേണ്ടതുണ്ട്. ദെൻ ഗ്രൈൻഡിങ് മെഷീന്റെ ക്ലാസിഫിക്കേഷൻ, സിലിണ്ടറിക്കല്, സർഫേസ് ഗ്രൈൻഡിങ് മെഷീന്, ടൂൾ ആൻഡ് കട്ടർ ഗ്രൈൻഡിങ് മെഷീന്. അപ്പോൾ അതിന്റെ കാര്യങ്ങൾ, അതിന്റെ കൺസ്ട്രക്ഷൻ ഡീറ്റെയിൽസ്, അതിൽ ഓരോ പാർട്സിനെയും ഫങ്ഷൻസ് തുടങ്ങിയ കാര്യങ്ങൾ അവിടെ നോക്കി പോകണം. ദെൻ എന്താണ് പറയുന്നത്? സെൻട്രൽലെസ് ഡ്രില്ലിങ്ങിന്റെ പ്രിൻസിപ്പിൾ നോക്കണം, അതിന്റെ അഡ്വാൻറ്റേജ് ഡിസ്അഡ്വാൻറ്റേജ് നോക്കാനുണ്ട്. ദെൻ വർക്ക് ഹോൾഡിംഗ് ഡിവൈസുകൾ ഏതൊക്കെ, വീൽ മെയിൻ്റനൻസ് എങ്ങനെയാണ്, ബാലൻസിങ് ഓഫ് വീൽ എന്താണ് എന്നുള്ളത് നോക്കണം, കൂളൻസ് യൂസ് ചെയ്തത് ഏതാണെന്ന് നോക്കാനുണ്ട്. അങ്ങനെ എല്ലാം തന്നെ പറഞ്ഞു പോയിട്ടുണ്ട്. ആൻഡ് ലാസ്റ്റ് നമുക്ക് എന്ന് പറയുന്നത് അതിൽ ഹോണിങ്, ലാപ്പിംഗ്, സർഫസ് ഫിനിഷിംഗ് മെത്തേഡുകൾ, സൂപ്പർ ഫിനിഷിംഗ് മെത്തേഡ് പറയുന്നുണ്ട്, ഇലക്ട്രോ പ്ലേറ്റിംഗ്, അതിന്റെ ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് പ്ലേറ്റിംഗ് മെറ്റൽസ്, കൃത്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവിടെ ചോദിക്കുന്നുണ്ട്. ഹോട്ട് ഡിപ്പിംഗ് പറഞ്ഞിട്ടുണ്ട്, ഗാൽവനൈസിംഗ്, ടിൻ കോട്ടിംഗ് പറയുന്നുണ്ട്. അങ്ങനെ എല്ലാം തന്നെ പറയുന്നപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ഒരു ടോപ്പിക്കും വിടാനില്ല. കാര്യം എന്താ, ഇതും ഒരു വാസ്റ്റ് ആയിട്ടുള്ള സിലബസ് തന്നെ തന്നിട്ടുള്ളത്. ആ വാസ്റ്റ് ആയിട്ടുള്ള സിലബസിൽ നിന്ന് നമുക്ക് കുറച്ച് ക്വസ്റ്റിനെ ചോദിക്കുകയുള്ളൂ. പക്ഷെ ആ ചോദ്യങ്ങൾ ചോദിച്ച് കിട്ടണം, നമുക്ക് ആൻസർ കിട്ടണം എന്നുണ്ടെങ്കിൽ എല്ലാ ഏരിയയും കവർ ചെയ്ത് പോകേണ്ടതുണ്ട്. അപ്പോൾ എല്ലാവരും തന്നെ നന്നായിട്ട് തന്നെ ആ ഒരു ടോപ്പിക്ക് ഗ്രൈൻഡിങ് ആൻഡ് ഫിനിഷിംഗ് പ്രോസസ്സ് കൃത്യമായിട്ട് പഠിച്ചു പോകുക, മനസ്സിലാക്കി പഠിച്ചു പോകാൻ വേണ്ടി ശ്രദ്ധിക്കുക. അടുത്തതായിട്ട് വരുന്നത് എന്താണ്? മെട്രോളജി അല്ലെ. മെട്രോളജിയിൽ പറയുന്നത് എന്തൊക്കെയാണ്? അതിന്റെ ലീനിയർ മെഷർമെന്റ്, അതിനെ കുറിച്ചാണ് പറഞ്ഞത്. സ്ലിപ്പ് ഗേജ്, അതേപോലെ സൈൻ ബാർ, ഡയൽ ഇൻഡിക്കേറ്റർ, ആംഗിൾ മെഷർമെന്റ്സ്, ബെവൽ പ്രൊട്ടക്ടർ, സൈൻ ബാർ, ആംഗിൾ സ്ലിപ്പ് ഗേജുകൾ, കമ്പാരറ്റേഴ്സ്, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഒപ്റ്റിക്കൽ, ന്യൂമാറ്റിക് അങ്ങനെ പറഞ്ഞിട്ടില്ല. കമ്പാരറ്റേഴ്സ് ഏതൊക്കെയാണ്, അതിന്റെ ഓരോന്നിന്റെയും പ്രത്യേകത എന്താണെന്ന് നോക്കണം. ദെൻ മെഷർമെന്റ് ഓഫ് സർഫേസ് റഫ്നെസ്. അപ്പോൾ സർഫേസ് റഫ്നെസ് ഏതൊക്കെ രീതിയിലുണ്ട്, എന്താണ് എന്നുള്ളത് നോക്കണം. മെത്തേഡ്സ് ഓഫ് മെഷർമെന്റ്സ് ബൈ കമ്പാരിസൺ, ട്രേസർ ഇൻസ്ട്രുമെന്റ്സ് ആൻഡ് ബൈ ഇന്റർഫെറോമീറ്റർ, കോളിമീറ്റേഴ്സ്, അങ്ങനെ എല്ലാം തന്നെ ഇവിടെ പറഞ്ഞു പോയിട്ടുണ്ട്. അത് കൃത്യമായിട്ട് മെട്രോളജിയിൽ വരുന്ന കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായിട്ട് പഠിച്ചു പോകണം. ഇതും പറയുന്ന പോലെ തന്നെ ഇതിൽ നിന്നും ഡയറക്റ്റ്
ഡയറക്റ്റ് തിയറി ക്വസ്റ്റ്യൻസ് ആണ് അവിടെ ചോദിക്കുക. ആ തിയററ്റിക്കൽ ആയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ എല്ലാ സിലബസും ഫുൾ സിലബസും കവർ ചെയ്ത് പോകണം. പിന്നെയാണ് അടുത്തതായിട്ട് വരുന്നു മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ള മേഖല ഫ്ലൂയിഡ് മെക്കാനിക്സ് ആൻഡ് ഹൈഡ്രോളിക് മെഷീനറി. അതിൽ നിന്ന് ചോദ്യങ്ങൾ ഈ പറഞ്ഞ പോലെ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് കൂടെ പ്രതീക്ഷിക്കാം. ഇതുവരെ ചോദിച്ച് കണ്ടിട്ടുള്ളത് തിയററ്റിക്കൽ ക്വസ്റ്റ്യൻസ് കൂടെ കണ്ടിട്ടുണ്ടാകും. പക്ഷെ നമ്മൾ ഇത്തവണ കൂടുതൽ ആപ്ലിക്കേഷൻ ലെവലുള്ള കൂടുതൽ കുറച്ചും കൂടെ ന്യൂമറിക്കൽ പ്രോബ്ലംസ് കൂടെ നമ്മളിവിടെ പഠിച്ചു പോകാൻ ശ്രദ്ധിക്കണം. കാരണം വെർച്വൽ കാൽക്കുലേറ്റർ ഉണ്ട്. ദെൻ ഇവിടെ പറയുന്നത് എന്താണ്? ഫ്ലൂയിഡിന്റെ പ്രോപ്പർട്ടീസ്, ഡെൻസിറ്റി, സ്പെസിഫിക് വെയിറ്റ്, സ്പെസിഫിക് വോളിയം, വിസ്കോസിറ്റി, സർഫസ് ടെൻഷൻ, കംപ്രസിബിലിറ്റി, കാപ്പിലാരിറ്റി തുടങ്ങിയിട്ടുള്ള എല്ലാ പ്രോപ്പർട്ടീസും കൃത്യമായിട്ട് പഠിച്ചു പോകണം. അതിൻ്റെ കൂടെ പാസ്കൽ ലോ, അതായത് പ്രഷറിന്റെ മെഷർമെന്റുകൾ എങ്ങനെയൊക്കെയാണ് എന്നുള്ളത്, ഏതൊക്കെ ടൈപ്പിൽ നമുക്ക് മെഷർമെന്റ് നടത്താനുണ്ട്, അതിന്റെ എല്ലാം തന്നെ യൂട്യൂബ് മാനോമീറ്റർ കൃത്യമായിട്ട് ആ ഡിഫറൻഷ്യൽ യൂട്യൂബ് മാനോമീറ്ററും അതിന്റെ പ്രോബ്ലംസും എല്ലാം തന്നെ നമ്മൾ പഠിച്ചു പോകണം. ദെൻ ഹൈഡ്രോസ്റ്റാറ്റിക് ലോയും അവിടെ പഠിച്ചു പോകേണ്ടതുണ്ട്. ദെൻ കൺസെപ്റ്റ് ഓഫ് ബോയൻസി, ആ ബോയൻസിന്റെ കാര്യങ്ങൾ നോക്കാനുണ്ട്. ദെൻ അടുത്തെന്താണ് പറയുന്നത്? റെയ്നോൾഡ്സ് നമ്പറിന്റെ കൺസെപ്റ്റ്, ആ പ്രഷർ, പൊട്ടൻഷ്യൽ ആൻഡ് കൈനറ്റിക് എനർജി ഓഫ് ലിക്വിഡ്സ്, ടോട്ടൽ എനർജി കൺസെപ്റ്റ്, ദെൻ ലോസ് ഓഫ് കൺസർവേഷൻ, മാസ്, എനർജി ആൻഡ് മൊമെന്റം, അതും കൃത്യമായിട്ട് പഠിച്ചു പോകണം. പിന്നെ വെലോസിറ്റി ഓഫ് ലിക്വിഡ്സ് ആൻഡ് ഡിസ്ചാർജ്, ബെർണോളിസ് ഇക്വേഷനിലേക്ക് വരുന്ന കാര്യങ്ങൾ അതും കൃത്യമായിട്ട് നമുക്ക് അറിയേണ്ടതുണ്ട്, പഠിച്ചു പോകേണ്ടതുണ്ട്. അപ്പോൾ അതിൽ നിന്ന് കഴിഞ്ഞ് നമുക്ക് എന്ത് ചെയ്യുന്നു? അതിന്റെ വെഞ്ചുറിമീറ്റർ, ബെർണോളിസ് തിയറം കഴിഞ്ഞാൽ അതിന്റെ ആപ്ലിക്കേഷൻ ആയിട്ട് വരുന്ന വെഞ്ചുറിമീറ്റർ, പിറ്റോ ട്യൂബ്, കറണ്ട് മീറ്റേഴ്സ്, അതിന്റെ അസംഷനും അതിൽ നിന്ന് വരുന്ന ഇക്വേഷൻസ് വെച്ചിട്ട് വരുന്ന കുറച്ച് പ്രോബ്ലംസ് അടക്കം നമ്മൾ അവിടെ നിന്ന് പഠിച്ചു പോകേണ്ടതുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഫ്ലൂയിഡ് മെക്കാനിക്സിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അതിന്റെ കൂടെ ഹൈഡ്രോളിക് മെഷീനറിയും കൂടെ വരാനുണ്ട്. ഹൈഡ്രോളിക് മെഷീനറി വന്നു കഴിഞ്ഞാൽ നമുക്ക് ആരെയൊക്കെ പഠിക്കണം? സെൻട്രിഫ്യൂഗൽ പമ്പ്, അതേപോലെ തന്നെ അതിന്റെ സെൻട്രിഫ്യൂഗൽ എഫിഷ്യൻസി, വോളിമെട്രിക് ആൻഡ് മാനോമെട്രിക് എഫിഷ്യൻസി, ദെൻ മെക്കാനിക്കൽ എഫിഷ്യൻസി ആൻഡ് ഓവറോൾ എഫിഷ്യൻസി എല്ലാം കൃത്യമായിട്ട് നോക്കണം. ക്യാവിറ്റേഷനും അതേപോലെ ആൻഡ് ഇറ്റ്സ് എഫക്റ്റ്, വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് ജെറ്റ് പമ്പ്, സബ് ഇമേഴ്സിബിൾ പമ്പ് വിത്ത് ലൈൻ ഡയഗ്രാംസ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിലെ പമ്പിലെ കാര്യങ്ങൾ കൃത്യമായിട്ട് നമുക്ക് പഠിച്ചു പോകേണ്ടതുണ്ടെന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. അടുത്ത ടോപ്പിക് വരുന്നു ഇൻഡസ്ട്രിയൽ മാനേജ്മെന്റ്. ഇൻഡസ്ട്രിയൽ മാനേജ്മെന്റ് അത് നമുക്ക് പ്യുവർലി തിയറി ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു പേപ്പർ ആണെങ്കിൽ അതിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അതിലെല്ലാം തിയറി ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ പഠിച്ചു പോകുക. അതിൽ തന്നെ നമുക്ക് ഷെഡ്യൂളിങ്, അതേപോലെ തന്നെ ഡിസ്പാച്ചിങ്, ദെൻ പെർട്ട് ആൻഡ് CPM, അതിൽ നിന്ന് വരുന്ന കുറച്ച് പ്രോബ്ലംസ് ഉണ്ടാവും. ആ പ്രോബ്ലംസ് കൃത്യമായിട്ട് എങ്ങനെയാണ് ആ പ്രോജക്റ്റ് ഇവാലുവേഷൻ ടെക്നിക്കുകൾ വർക്ക് ചെയ്യുന്നത്, പെർട്ടിനെയും CPM നമ്മൾ വ്യത്യാസങ്ങൾ നോക്കിയിട്ട് അതിൽ കുറച്ച് ഇക്വേഷൻസ് വരുന്നുണ്ട്. ആ ഇക്വേഷനിലൂടെ നമുക്ക് എങ്ങനെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ച് നോക്കണം. ദെൻ ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഇൻഡസ്ട്രിയൽ മാനേജ്മെന്റ് കഴിഞ്ഞ് ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് വന്നു കഴിഞ്ഞാൽ അവിടെ ബ്രേക്ക് ഈവൻ അനാലിസിസ്, ABC അനാലിസിസ് കൃത്യമായിട്ട് നോക്കി പോകേണ്ടതുണ്ട്. അതിലെ ബിൻ ഗാർഡ്, അതേപോലെ മെറ്റീരിയൽ ഹാൻഡ്ലിംഗ്, മാനുവൽ ലിഫ്റ്റിംഗ്, ഹോയിസ്റ്റ്, ക്രെയിന്, കൺവെയർ, ട്രക്ക്, ഫോർക്ക് ട്രക്ക് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗിൽ വരുന്ന എല്ലാ കാര്യങ്ങളും അവിടെയും ഉണ്ട്. അപ്പോൾ ഒന്നും തന്നെ അവർ വിട്ട് കളഞ്ഞിട്ടില്ല. എല്ലാ പോയിന്റും കൂടെ കൂട്ടിച്ചേർത്തിട്ടുള്ള ഒരു സിലബസ് ആണ്. ഒരു പ്യുവർലി ഡിപ്ലോമ സിലബസ് തന്നെ നമുക്ക് പറയാം. പക്ഷേ ഡിപ്ലോമ ലെവലിൽ നിന്ന് മാത്രം പഠിച്ചാൽ പോരാ, ഒരു BTech ലെവലിലേക്കുള്ള പ്രോബ്ലംസ് കൂടെ നമ്മൾ സോൾവ് ചെയ്ത് പഠിക്കേണ്ടതുണ്ട്. അങ്ങനെയാണെങ്കിൽ അടുത്തത് വരുന്നു തെർമൽ എഞ്ചിനീയറിംഗ്. തെർമൽ എഞ്ചിനീയറിംഗിലേക്ക് വരുമ്പോൾ അവിടെ എന്തൊക്കെ വരുന്നുണ്ട്? അതിലെ സബ് ടോപ്പിക്കിൽ ഏതൊക്കെ വരാനുണ്ട്? തെർമോഡൈനാമിക്സ് വരുന്നുണ്ട്, ബേസിക്സ് ഓഫ് തെർമോഡൈനാമിക്സ് വരുന്നുണ്ട്. അതിൻ്റെ കൂടെ ഇന്റേണൽ കമ്പഷൻ എഞ്ചിൻ വരുന്നു, ഹീറ്റ് ട്രാൻസ്ഫർ വരുന്നു. അതിൻ്റെ കൂടെ തന്നെയാണ് R&AC, റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആദ്യം അതിൻ്റെ എല്ലാ ലോയും, തെർമോഡൈനാമിക്സിൻ്റെ 0th ലോ, 1st ലോ, അതുപോലെ തന്നെ 2nd ലോ കൃത്യമായിട്ട് പഠിക്കണം. അത് ഏതൊക്കെ രീതിയിൽ വരുന്നു എന്നുള്ളത് നോക്കണം. അതായത് കൺവേർഷൻ ഓഫ് ഹീറ്റ് ഇൻറ്റു വർക്ക്, വൈസ് വേഴ്സ, ഏതൊക്കെ രീതിയിൽ അതിൻ്റെ കാര്യങ്ങൾ പഠിച്ച് നോക്കാനുണ്ട്. ലോ ഓഫ് പെർഫെക്റ്റ് ഗ്യാസ്, എല്ലാ ലോസും നോക്കണം. തെർമോഡൈനാമിക് പ്രോസസ്സുകൾ, ഐസോബാറിക്, ഐസോതെർമൽ, ഹൈപ്പർബോളിക്, ഐസെൻട്രോപ്പിക്, പോളിട്രോപ്പിക് ആൻഡ് ത്രോട്ട്ലിംഗ് എന്ന് പറയുന്ന എല്ലാവിധ പ്രോസസ്സുകളും എന്താണ്, എങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ചിട്ട് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിച്ചു പോകാനുണ്ട്. അവിടെയും എന്ത് ചെയ്യാൻ? ന്യൂമറിക്കൽ ചോദ്യങ്ങൾ അവിടെയും നമുക്ക് പ്രതീക്ഷിക്കാം. ആ ന്യൂമറിക്കൽ പ്രോബ്ലംസ് നമുക്ക് അവിടെ പഠിച്ചു പോകണം. അപ്പോൾ തിയററ്റിക്കൽ ആയിട്ടുള്ള പ്രോബ്ലംസ് ആയിട്ട് വരുന്ന ആ സബ്ജക്റ്റുകളെ ആദ്യം ക്ലാസിഫൈ ചെയ്ത് മാറ്റി നിർത്തിക്കൊണ്ട് നിങ്ങൾക്ക് ഏറ്റവും പഠിക്കാൻ എളുപ്പമുള്ള, അല്ലെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റുന്ന സബ്ജക്റ്റുകൾ ഏതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അങ്ങനെ ഒരു സ്റ്റഡി പ്ലാൻ നിങ്ങൾ തന്നെ ഉണ്ടാക്കി പോകാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ
പിന്നെ എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഹീറ്റ് ട്രാൻസ്ഫർ പറയുന്നു, മോഡ്സ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ, തെർമൽ കണ്ടക്ടിവിറ്റി, കൺവെക്റ്റീവ് ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യന്റ്, സ്റ്റെഫ്മാൻ ബോൾട്ട്സ്മാൻ ലോ, അതുപോലെ റേഡിയേഷന്റെ കാര്യം, ഓവറോൾ ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യന്റ്. അപ്പോൾ അവിടെയും കൃത്യമായിട്ട് കുറേ അധികം ന്യൂമറിക്കൽ പ്രോബ്ലംസ് അവിടെയും വരാനുണ്ട്. അപ്പോൾ അത് കൃത്യമായിട്ട് ഓരോ ലോ വെച്ചിട്ടുള്ള കാര്യങ്ങൾ, ആ ഫോറിയർ ഇക്വേഷൻ കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ പഠിച്ചു പോകണം. ദെൻ എയർ സ്റ്റാൻഡേർഡ് സൈക്കിൾസ് വരുന്നു. എയർ സ്റ്റാൻഡേർഡ് സൈക്കിൾ, കാർനോട്ട് സൈക്കിള്, ഓട്ടോ സൈക്കിള്, ഡീസൽ സൈക്കിള്, അതിന്റെ കൺസ്ട്രക്ഷൻ ആൻഡ് വർക്കിംഗ് അല്ലെ, അതിന് കൃത്യമായിട്ട് കാര്യങ്ങൾ നോക്കണം. അപ്പോൾ ഡീസൽ സൈക്കിളും ഓട്ടോ സൈക്കിളും കാർനോട്ട് സൈക്കിളും ഡ്യുവൽ സൈക്കിളും അതിന്റെ എഫിഷ്യൻസി ഇക്വേഷൻ, ആ എഫിഷ്യൻസി ഇക്വേഷൻ വെച്ചിട്ടുള്ള പ്രോബ്ലംസ് എന്നീ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും അതിൽ വരുന്ന ഓരോ പ്രോസസ്സുകൾ ഏതൊക്കെയാണ് എന്നുള്ളതൊക്കെ നമുക്ക് ഇവിടെ നോക്കി പോകണം. ദെൻ അടുത്തെന്താണ് പറഞ്ഞത്? കൺസ്ട്രക്ഷൻ ആൻഡ് വർക്കിംഗ് ഓഫ് ഇന്റേണൽ കമ്പഷൻ എഞ്ചിൻസ്, കമ്പാരിസൺ ഓഫ് ഡീസൽ എഞ്ചിൻ ആൻഡ് പെട്രോൾ എഞ്ചിൻസ്, അതേപോലെ തന്നെ അതിലുള്ള സിസ്റ്റംസ്, ഇന്റേണൽ കമ്പഷൻ എഞ്ചിൻസിലുള്ള സിസ്റ്റംസ്, കൂളിംഗ് സിസ്റ്റം, അതേപോലെ തന്നെ ലൂബ്രിക്കേഷൻ സിസ്റ്റം, അങ്ങനെയുള്ള ഗവേണിംഗ് സിസ്റ്റം, എല്ലാ സിസ്റ്റംസും അവിടെ പറയുന്നുണ്ട്. ഓക്കെ ആണല്ലോ? അങ്ങനെ ലാസ്റ്റ് എന്താ പറയുന്നു? പെർഫോമൻസ് ഓഫ് ഇന്റേണൽ കമ്പഷൻ എഞ്ചിൻസ്, ഐസി എഞ്ചിൻസിന്റെ പെർഫോമൻസ് കൃത്യമായിട്ട് എഫിഷ്യൻസി എത്തണം. ബ്രേക്ക് പവർ, ഇൻഡിക്കേറ്റർ പവർ, ഫ്രിക്ഷണൽ പവർ തുടങ്ങി എല്ലാം അതിൽ തന്നെ പഠിച്ചു പോകണം. അതിലെ എഫിഷ്യൻസി വരെ, ആ പെർഫോമൻസ് കൃത്യമായിട്ട് അനലൈസ് ചെയ്യുന്നവരെ കാര്യങ്ങൾ അവിടെ പഠിച്ചു പോകാനുണ്ട്. അപ്പം ഐസി എഞ്ചിൻസിലും കുറേ അധികം കാര്യങ്ങൾ പഠിക്കാനുണ്ടെന്ന് മനസ്സിലാക്കുക. ദെൻ ലാസ്റ്റ് എന്താണ് പറഞ്ഞത്? AC-ലേക്ക് വന്നാൽ നമ്മൾ റെഫ്രിജറേഷൻ വരുമ്പോൾ അവിടെ കംപ്രസർ, ദെയർ സൈക്കിൾസ്, റെഫ്രിജറേഷൻ, അതുപോലെ തന്നെ റെഫ്രിജറേഷൻ പ്ലാന്റ്, അങ്ങനെ റെഫ്രിജറന്റിന്റെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അവിടെ പഠിച്ചു പോകേണ്ടതുണ്ട്. അപ്പോൾ ഇത്ര കാര്യങ്ങൾ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇങ്ങനെ 10 സബ്ജക്റ്റുകളായിട്ടാണ് നമ്മളെ സിലബസ് അങ്ങോട്ട് കിടക്കുന്നത്. അപ്പോൾ എല്ലാം തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അതിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന പേപ്പറുകൾ ഏതൊക്കെയാണെന്ന് നോക്കി, നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പത്തിൽ വരുന്ന പേപ്പറുകൾ ഏതൊക്കെയാണെന്ന് നോക്കിയിട്ട് നിങ്ങൾ പഠനം ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുക. നാളത്തേക്ക് മാറ്റി വെക്കണ്ട. മാറ്റി വെച്ച് കഴിഞ്ഞാൽ ലേറ്റ് ആവുന്നതായിരിക്കും. നിങ്ങൾ അങ്ങനെ നാളെ പോകുന്നുണ്ടാവും. അപ്പോൾ കൃത്യമായിട്ട് കാര്യങ്ങൾ പഠിച്ചു പോകുക, കാര്യങ്ങൾ മനസ്സിലാക്കി പഠിച്ചു പോകുക. അപ്പോൾ ഇപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ഈ ഗ്രീൻ സിഗ്നൽ വെച്ച് നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെ ഡ്രീം ജോബിലേക്ക് നമ്മൾ എത്തേണ്ടതുണ്ട്. ആ ഡ്രീം ജോബിലേക്ക് എത്താൻ എല്ലാവർക്കും സാധിക്കട്ടെ. അപ്പോൾ നിങ്ങളോടൊപ്പം സൈലം കൂടെ ഉണ്ടാവും എന്നുള്ളതും കൂടെ പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു ഓൾ.